Hello everyone, this is Shweta. My name is Inder and welcome to our Channel. It's time for Tanya Varthanam. So let's Watch it. watch it. Oh sister. വല്യേട്ടാ നീയുണ്ടോ? ഉവ്വ് വല്യേട്ടൻ എന്താ ഒന്നാ വരാതിരുന്നത്? ആ ഉണ്ടണം. വല്യേട്ടൻ എന്തിനെന്നെ വിളിപ്പിച്ചേ? അത് തൃശ്ശൂരിന്ന് വരില്ല അല്ലേ? നന്നായി. ആദർശം ത്യാഗം നല്ല വിവാഹം. ദേശീയത്തിലെ പെണ്ണിനെ കല്യാണം കഴിച്ച ഹീറോകളുടെ കഥകൾ വായിച്ചിട്ടുണ്ട്. സ്നേഹമല്ല അത്, ഒരുതരം ദയ. ഇതും അതുപോലെ എന്നോടുള്ളൊരു ദയ. നന്നായി. പോട്ടെ, സാരമില്ല. മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. മോളുടെ വിവാഹം വലിയേട്ടന് ആർപ്പാടായിട്ട് നടത്തും. വയ്യ, ഇനി ഈ കോലം കെട്ടാൻ വയ്യ. എത്ര പേരുടെ മുന്നിൽ അണിഞ്ഞൊരുങ്ങി നിന്ന് കൊടുത്തത് മടുത്തു. ഞാൻ എന്ത് സഹിച്ചോളും? ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിഞ്ഞോളാം. പക്ഷെ ഈ അഭിമാനിക്ക് പറഞ്ഞുകൊണ്ടല്ലോ, അതിന് വയ്യ. ഒരു ഉപകാരമില്ലെങ്കിലും നമ്മുടെ മറ്റു പശുവിനെ കശാപ്പാർക്ക് കൊടുത്തില്ല. ഇപ്പോഴും പുല്ലും വയ്ക്കാനും കൊടുക്കുന്നുണ്ട്. അത്രയും തരം എന്നോട് കാണിച്ചാൽ മതി. നീ നടത്തിക്കോ പൂജയും തുള്ളലും. ഞാൻ പറയുമ്പോ തെമ്മാടിയെ ഇവിടെ മനുഷ്യരെക്കാൾ വലിയ കാലയും കുളി. പുറത്തേക്ക് വെച്ച് വെച്ചോടെ കുട്ടി പണ്ടെങ്ങാണ്ട് ഒരു കാർമോർ ചെയ്ത ഫലം നീ അനുഭവിക്കണേ. നീയായിട്ട് തറവാട് നശിപ്പിക്കോ? നശിക്കണം. ഇത് നശിക്കാതെ ആരും രക്ഷപ്പെടില്ല. ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് ഞങ്ങളുടെ ആരുടെയെങ്കിലും കുറ്റാണോ? അതെ, ആരും ഒഴിഞ്ഞു മാറുന്നു. ഈ ശാപത്തിന്റെ കുരിക്കിന് രക്ഷപ്പെടാൻ നിങ്ങൾ ആരെയും അനുവദിക്കില്ല. ആദ്യം അടിച്ച് പുറത്താക്കേണ്ടത് വലിയ മാമേ ഗോപി. മതി പറഞ്ഞത്. എനിക്കിവിടെ അവകാശമില്ലല്ലോ, ഒന്നും പറയാൻ പാടില്ല. പറയുന്നതിന് ഒരു അതിലുണ്ട്. പറയുന്നത് മാത്രമല്ല, ചെയ്യുന്നതിനും ഒരു അതിലൊക്കെ വേണം. എന്തിനാ ഒരു മനുഷ്യനെ ചങ്ങലെ കൂട്ടി അറക്കകത്ത് നിലയിപ്പിക്കുന്നത്? ഇതിനും വേണം കുറച്ച് വിഷം കൊടുത്ത് കൊല്ലുന്നത്. ഇങ്ങനെ ഒരു സ്വയം പറഞ്ഞാലോ? നമ്മുടെ സുമിത്രയ്ക്ക് ഇവിടുന്ന് ഒരു മോചനം വേണ്ടിയാണ്. ഇതൊക്കെ കണ്ണു കേട്ടുവാ ഈ കുട്ടികൾ വളരണം. നമ്മുടെ മണിക്കുട്ടി ഒരു വീണ കടം പോലെ. ഗോപി ഇത്ര സോഫ്റ്റ് ഗോപി. വിപ്ലവകരക്കറിയ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. ബാലേട്ടന് പോയി, അതാ സങ്കടം. ബാലേട്ടന് എല്ലാം മനസ്സിലാവും. എല്ലാരെയും മനസ്സിലാക്കുന്നതാണ് ബാലേട്ടന്റെ നിസ്സഹായത. നമുക്കൊക്കെ നമ്മുടെ സ്വന്തം കാര്യങ്ങളോട് മാത്രം നീതി കാണിച്ചാൽ മതി. ബാലേട്ടനൊട്ടും വിഷമില്ലാന്ന് നീ കരുതണേ. ആ മനസ്സിന്റെ നീതില് ആർക്കും അറിയില്ല. ബാലേട്ടൻ ഗോപിക്ക് വാങ്ങിയതാ. എന്തിനാ എനിക്കിപ്പോ ഇതൊക്കെ? എന്തിനാണോ ഇന്റർവ്യൂവിന് പോവാൻ? ഞാൻ പോണില്ല. ഒക്കെ പ്രവർത്തനങ്ങളാ. ചോദിക്കുന്ന കാശ് കൊടുക്കുന്നവരെ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒക്കെ ഒരു ധാരാളം വിദ്യാഭ്യാസം കെട്ടാൻ എനിക്ക് വയ്യ. പോണം ഗോപി. എന്റെ മനസ്സ് പറയുന്നു നിനക്ക് ഈ ജോലി കിട്ടുന്നു. എന്നിട്ട് നീ രക്ഷപ്പെടാം. ശാപം കിട്ടിയും കിട്ടുന്നു. കഴിയുമെങ്കിൽ സുമിത്രയും രക്ഷപ്പെടണം. നമ്മുടെ തറവാടിന്റെ ശാപങ്ങളൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് പോകാൻ വയ്യ. Very nice painting. ശ്രീതമ്മ,
എന്നേക്കുമായി ബന്ധനത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഓർമ്മയുണ്ടോ? ഒന്നും പുറത്ത് ആകാശം നോക്കിക്കിടന്ന രാത്രികൾ, നക്ഷത്രങ്ങൾ അകന്നു വീഴുമ്പോൾ ഒലിയുന്നതിന് മുമ്പ് വിചാരിക്കുന്നതെന്ന് നടക്കും. മേനാഞ്ചേരിലെ കുട്ടി അമ്മായിയായി വരണമെന്ന് വിചാരിക്കാൻ പറഞ്ഞു. വലിയ കണ്ണുകൾ So bad for him, man. എന്റെ ഇടയ്ക്ക തരാ, ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. മുട്ടത്തെ മൊഴിയും വലിയ കണ്ണുകളും. എങ്ങനെയാ മരിച്ചേ? വിഷം നീന്തിയതാ. മലങ്കരക്കാവില് അന്ത്യത്തിന് കൊടുത്താൻ പോയപ്പോ ശ്രീധരമാമയുടെ മടി കിടന്നാ മരിച്ചു. It's very good, huh? Oh.
അയ്യേ അച്ചായി അടുക്കൂടെ തേച്ചിരുന്നു ഇരുന്നോടാ അവസാനം നിന്റെ അമ്മയെ പോലെ കറുത്തു വരും ടേസ്റ്റ് ഇന്നാ കറക്കും പക്ഷെ ഉമ്മയ്ക്ക് നിന്നാ വെളുക്കും രണ്ടും തിന്നില്ലെങ്കിൽ അച്ഛനമ്മ വീണ്ടും എടുക്കണോ ആരാ പൊട്ടൻ ചുക്കാതിയാണോ മുത്തശ്ശി ഇത് വെളിച്ചെണ്ണയാണ് പൊട്ടൻ ചുക്കാതി തീർന്നിട്ട് 8 ദിവസമായി കഴിയൂ നിങ്ങൾക്ക് എന്നെ പറ്റി ഒരു പിശാചവും ഇല്ല മുത്തശ്ശി മറന്നിട്ടല്ലേ എന്തോ നാളെ മുത്തശ്ശിയുടെ എണ്ണ വാങ്ങിക്കുന്ന കാര്യം നീ എന്നെ നോക്കി കേട്ടോ Ore. പിന്നെയും സമ്മതിക്രമമുള്ളോർ ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ് പോകുന്നതേതും അറിവില്ലമായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ജരാനരയും കൊണ്ടു ചീർത്തമോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ട 24 കൊല്ലം തുടല്ലേ 24 years. സമാധാനം ഉണ്ടായോ വെട്ടിക്കില്ലേണ്ടി ഒന്നില്ലേ ഇനിയിപ്പോ ഈ തലമുറയില് ബാലനും ആ ചെക്കനും അല്ലേ ഉള്ളൂ Oh shit. കുട്ടികളായിട്ട് അടുത്തത് ആർക്കാണ് അവരുടെ വേണ്ടാതൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് ഓർക്കുന്ന ആളല്ല നാരികന്റെ തലയിറച്ചിട്ട് മടങ്ങുമോ കോപം ഇതൊക്കെ ഒടുവിൽ അച്ഛൻ തന്നെ ഒന്ന് മാർഗോട്ടി കിടക്കേണ്ടി വന്നു അറിയാതെ അച്ഛന് ശിരസി ചവിട്ടിയപ്പോ ഒന്ന് അടങ്ങിയത് ആ നോക്കിക്കോ ഉടനെ പ്രത്യക്ഷം കാണിക്കും കലർന്നു ദുഃഖവിമോദിക്കും മനോഹം നരേന്ദ്രോഹം അശോഹം എന്ന അമ്മേരിതം കലർന്നീടും ദശാന്തരി ജന്തുക്കൾ ഭക്ഷിച്ചു കാട്ടിച്ചു പോകിലാം എന്തു വെള്ളീരായി ചമഞ്ഞു പോയില്ല മണ്ണിനു വീടായി വീടായി പോകിലാം നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം But Oh. the sister is also like, I'm also fed up now. Hmm. I will not get married. I stay only. The small brother was also upset, but now he wants him to go for a job, take a job, and take his sister also out of here. But the song was so nice and everything. It was Yeah. going so good. It was like, okay, I like the part of when that guy was saying, "Can you please free me?" Yeah. And you know, that time I felt like very bad. I was like, oh shit, And if like, you see, I think he went mad after his wife died. Like if you see, like he said she died because of snake bite and everything. But now he is also dead. Yeah. Okay. let's see now how the things will go. Like it's who is going to be the next one now? Will the curse continue? Oh God. So let's wait for more guys. Meanwhile, do like, Subscribe, share, comment. click on the bell icon.